നമസ്കാരം. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പത്തനംതിട്ട അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസും മറ്റൊരു ചരിത്രം കുറിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് വച്ച് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ ഇത്തവണ കേരള സിവിൽ ഡിഫൻസ് ജില്ലാ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നുള്ള 30 വനിതകളാണ്. പത്തനംതിട്ട ഫയർഫോഴ്സ് ആസ്ഥാന നിലയത്തിൽ ഈ മാസം 7 മുതൽ ഇവർ കഠിന പരിശീലനത്തിലാണ്. ഈ ടീമിനെ നയിക്കുന്നത് പ്രഖാനം നന്ദനത്തിൽ റിട്ടയേർഡ് ആർമി ക്യാപ്റ്റൻ സന്തോഷ് കുമാറിന്റെയും സ്മിത എം നായരുടെയും മകൾ നന്ദന കൃഷ്ണയാണ്. സ്മിത എം നായരും പരേഡിൽ സിവിൽ ഡിഫൻസ് ടീമിനായി ഇറങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരും പത്തനംതിട്ട സിവിൽ ഡിഫൻസ് ടീമിന്റെ ഭാഗമാണ്. കഴിഞ്ഞ കോവിഡ് കാലം മുതൽ സിവിൽ ഡിഫൻസിൽ സജീവ സാന്നിധ്യമായിരുന്ന സ്മിത എം നായർ നിലവിൽ പത്തനംതിട്ട സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡനായി സേവനം അനുഷ്ഠിക്കുന്നു. മകൾ നയിക്കുന്ന പരേഡിൽ അമ്മയും ഉൾപ്പെടുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ നിന്നും BSc സുവോളജി ബിരുദം നേടിയിട്ടുള്ള നന്ദന കൃഷ്ണ കോളേജ് NCC യൂണിറ്റിൽ സീനിയർ അണ്ടർ ഓഫീസർ ചുമതല വഹിച്ചിരുന്നു. 2024 ജനുവരി 26 ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുമുള്ള പ്രതിനിധിയായി പങ്കെടുത്ത നന്ദന കൃഷ്ണ ജനുവരി 27 ഡൽഹി കരിയപ്പ ഗ്രൗണ്ടിൽ നടന്ന പ്രൈം മിനിസ്റ്റേഴ്സ് റാലിയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇവർക്ക് പുറമെ സീതത്തോട് സിവിൽ ഡിഫൻസ് യൂണിറ്റിൽ നിന്നുമുള്ള സീമ രാഘവനും മകൾ അർച്ചനയും KB ബിന്ദുവും മകൾ അയന അർജുനനും ഇത്തവണത്തെ പരേഡിൽ സിവിൽ ഡിഫൻസ് ടീമിനായി അണിനിരക്കുന്നുണ്ട്. സീതത്തോട് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കൂടിയാണ് സീമ രാഘവൻ. 2020 രൂപീകൃതമായി നാളിതുവരെയുള്ള സിവിൽ ഡിഫൻസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൂർണ്ണ വനിതാ പ്ലാറ്റൂൺ തന്നെ പരേഡിന് ഇറങ്ങുന്നത്.